അനശ്വര കലാകാരനായ നസീറിന്റെ മകൻ ഷാനവാസ് ഇന്നലെ മരണപ്പെട്ടിരുന്നു. ഈ വാർത്ത വളരെ വേദനയോടെയാണ് സിനിമാ ലോകം കേട്ടത്. ഷാനവാസ് നസീറിനെ പോലെ ആയിരുന്നില്ല. ജീവിതത്തെ കുറച്ചും കൂടി മറ്റൊരു ദിശയിൽ കണ്ട വ്യക്തിയായിരുന്നു. നസീർ ആവട്ടെ നിൽക്കാൻ പോലും സമയമില്ലാതെ ഓരോ സിനിമകളിലായി അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഷാനവാസിന്റെ വിവാഹം നടക്കുന്നത്. നസീറിന്റെ സഹോദരിയുടെ മകളെ തന്നെയാണ് വിവാഹം കഴിച്ചതും. എന്നാൽ വളരെ ശ്രദ്ധയോടെ ആ ഒരു സാഹചര്യത്തെയും നസീർ കൈകാര്യം ചെയ്തിരുന്നു. അന്ന് സിനിമയിൽ ഓടി നടക്കുകയാണ് നസീർ. മകന്റെ വിവാഹത്തിന് 10 മിനിറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് സമയം കിട്ടിയത്. താലികെട്ട് മാത്രമാണ് കണ്ടതും. ഇന്നത്തെ പോലെ സ്ക്രീനിൽ ആളുകൾക്ക് വിവാഹം കാണാനുള്ള സൗകര്യങ്ങളൊന്നും വന്നില്ല. നസീറിന്റെ ആരാധക നിര വെച്ച് നോക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടതിലും കൂടുതൽ അതിഥികൾ അവിടേക്ക് എത്തുമെന്നതും ഉറപ്പാണ്. അപ്പോൾ എന്തു ചെയ്യും? സ്വാഭാവികമായും അവിടെ എത്തുന്നവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. വിളിച്ചിട്ടാണെങ്കിലും വിളിക്കാതെയാണെങ്കിലും വരുന്നവർ അതിഥികളാണ്. 1500ഓളം ബിരിയാണിയാണ് അധികമായി നസീർ എന്ന് കരുതിയത്. അതിന്റെ പ്രധാന കാരണം തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ വിവാഹ പന്തലിൽ എത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. എല്ലാവരും വയറും മനസ്സും നിറഞ്ഞായിരുന്നു ആ വിവാഹം കഴിഞ്ഞ് ഇറങ്ങിയത്. നസീർ ഓടി നടന്ന് സിനിമകളിൽ അഭിനയിക്കുന്ന സമയം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വെറും 10 മിനിറ്റ് മാത്രമായിരുന്നു മകന്റെ വിവാഹം കാണാൻ നസീറിന് സാധിച്ചത്. നസീറിനെ പോലെ സിനിമയിൽ ശോഭിക്കാൻ ഷാനവാസിന് കഴിഞ്ഞില്ല. ഷാനവാസിന് സിനിമ ഒരു സ്വപ്നമല്ലായിരുന്നു എന്നതാണ് സത്യം. ഷോപ്പിങ്ങിനോടായിരുന്നു ഷാനവാസിനു ക്രൈസ്. താനൊരു ഷോപ്പ് ഹോളിക് ആണെന്ന് ഷാനവാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നസീർ ഒരൊറ്റ ഉപദേശം മാത്രമേ ഷാനവാസിന് കൊടുത്തിരുന്നുള്ളൂ: എന്റെ പേര് മോശമാക്കാൻ ഇടവരരുത്. എന്നാൽ പലരുടെയും സ്ക്രിപ്റ്റുകൾക്ക് മുൻപിൽ തലവെക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഷാനവാസ് തന്നെ പറഞ്ഞു. അവരിൽ പലരും അച്ഛനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ളവരാണ്. അവരോട് നോ പറയാൻ പറ്റില്ലല്ലോ. നോ പറഞ്ഞാൽ അവർ പറയും ഇദ്ദേഹം അച്ഛനെ പോലെയല്ല, അഹങ്കാരിയാണെന്ന്. ആ ഒരു പേര് കിട്ടാതിരിക്കാനാണ് പല സിനിമകളിലും ഓക്കെ പറഞ്ഞത്. എന്നാൽ പലതും പൊട്ടുമെന്ന് തനിക്ക് തന്നെ അറിയാമായിരുന്നു എന്നും ഷാനവാസ് പറയുന്നു. ബാലചന്ദ്ര മേനോനാണ് ഷാനവാസിനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നത് പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെ. ഈ ചിത്രത്തിലെ ഷാനവാസിന്റെ പ്രകടനം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. നിരവധി സിനിമകളിലൂടെയൊക്കെ ഷാനവാസ് ശ്രദ്ധ നേടി. ഷാനവാസിന്റെ മക്കളും സിനിമയിലൊക്കെ ഒരു കൈ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പുകണ്ടം ബ്രദേഴ്സിലൊക്കെ ആയിരുന്നു മകൻ അഭിനയിച്ചത്. എന്നാൽ അത് ക്ലിക്ക് ആവാത്തതോടെ മലേഷ്യയിൽ പോയി മാനേജറായി ജോലി ചെയ്യുകയാണ്. ഷാനവാസും മലേഷ്യയിലായിരുന്നു. തന്റെ ജീവിതം മുഴുവൻ മലേഷ്യയിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു അദ്ദേഹം. എത്ര മനോഹരമായ രീതിയിലായിരുന്നു ഷാനവാസ് ഓരോരുത്തരോടും ഇടപെട്ടിരുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. അഭിമുഖങ്ങളിലൊക്കെ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഷാനവാസ് ഇടപെടാറുണ്ടായിരുന്നത്. അച്ഛന്റെ പേര് ഒരിക്കലും ഷാനവാസ് ചീത്തയാക്കിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. വളരെ നല്ല രീതിയിൽ തന്നെ അച്ഛന്റെ പേര് കൊണ്ടുപോകാൻ സാധിച്ചു. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് പോലെ സിനിമയിൽ നിന്നും അടിക്കടി പരാജയം ലഭിച്ചപ്പോൾ വീണ്ടും ഒരു സിനിമയെ പരാജയക്കാരനായി നിൽക്കാതെ സിനിമ തന്നെ ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് ചേക്കേറുകയായിരുന്നു ഷാനവാസ് ചെയ്തിരുന്നത്.